ഓരോരുത്തർക്കും വീടെന്ന് പറയുന്നത് പല കൺസെപ്റ്റാണ്. അവർക്ക് സങ്കല്പങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഷെൽട്ടർ ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ ഇന്ന് ഹോം ടോക്സിൽ നോക്കാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാണ്. ആദ്യം ഇതിന്റെ മുറ്റം തന്നെ പറയാം. നമ്മൾ ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും, അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ്. പിന്നെയുള്ള കാര്യം, ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ആണ്. അതിനും ഒരു ക്ലിയർ കോട്ട് കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സെറ്റ് ഔട്ടും ഒരുപാട് സ്പേസ് എടുക്കാതെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ പക്ഷേ ഒരു സീറ്റിംഗ് കൊടുത്ത് അത്യാവശ്യം വിഡ്ത്തിനാണ് സിറ്റ് ഔട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ റൈറ്റ് സൈഡിലുള്ള ഹൈലൈറ്റ് വാൾ ശരിക്കും കോൺക്രീറ്റിൽ ടെക്സ്ചർ ചെയ്തിട്ടുള്ള വാളാണ്. കളറും ഏകദേശം ആ ഒരു ഗ്രേ ആഷ് ഷെയ്ഡ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോർ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലിവിങ് കുറച്ച് ചെറുതാണ്, പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടും കോസ്റ്റ്ലി ആയിട്ടും ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സോഫയുടെ ഷെയ്ഡ്സ് കാണുമ്പോഴേ അറിയാം, ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്. ആക്ച്വലി ഒരു ഗ്രീനിഷ് ബ്ലൂഷ് അങ്ങനത്തെ ഒരു ടിൻസിലാണ് സോഫ ചെയ്തേക്കുന്നത്. അത് ഇവിടുത്തെ ഹൈലൈറ്റ് വാളുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ബാക്കി ഫേർണിച്ചറും കാർപ്പറ്റും ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സീലിംഗിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. യൂഷ്വലി ജിപ്സം ബോർഡ് അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് സീലിംഗ് കൺസീൽ ചെയ്തെടുത്ത് വർക്ക് ചെയ്യാറ്. ഇത് ആ സെയിം ജിപ്സം ബോർഡിന് പുറത്ത് വെനീർ ഷീറ്റ്സ് ലെയർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് സീലിംഗിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അടുത്തൊരു സ്പെഷ്യാലിറ്റി, പൂജാ റൂമും ലിവിങ്ങും തമ്മിൽ ഇങ്ങനെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ആകെയുള്ളൊരു സ്പേസ്, ഈ ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് പോകുന്ന സ്പേസിൽ പൂജാ റൂം ഇൻക്ലൂഡ് ചെയ്തിട്ട് എങ്കിൽ കിച്ചണുമായിട്ട് മാറി നിൽക്കുന്ന രീതിയിലാണ് പൂജാ സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയ ശരിക്കും കോമ്പാക്റ്റ് ആണ്. ആൻഡ് ഡൈനിങ്ങിൻ്റെ ആ സ്പേസിൽ ലോങ് ആയിട്ടുള്ള വിൻഡോസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ലൈറ്റ് കയറുന്ന രീതിയിലാണ് ഡൈനിങ് സ്പേസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡൈനിങ് ഫേർണിച്ചറും വളരെ പ്രീമിയം ആയിട്ടുള്ള ലുക്സിലുള്ളതാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്ന് നേരെ കിച്ചൺ വന്നിട്ട് നമ്മളൊരു കൗണ്ടർ, ഒരു പാൻട്രി സ്പേസ് കൊടുത്തിട്ട് ഓപ്പൺ മോഡുലർ കിച്ചണാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെയും ഡൈനിങ്ങിൻ്റെയും സ്പേസിന് ഇടയിൽ അത്യാവശ്യം ഒതുങ്ങിയ രീതിയിൽ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. വാഷ് കൗണ്ടറിൽ അതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചണിൽ പാൻട്രി ചെറുതാണ്, പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഹൈറ്റിനാണ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലെ താഴത്തെ ഫ്ലോറിലെ ബെഡ്റൂം നോക്കാം. ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഫ്ലോറിംഗ് ആണ്. വുഡൻ ടെക്സ്ചറിലുള്ള ഫ്ലോറിംഗ്, അതായത് ടൈൽസ് തന്നെയാണ്, പക്ഷെ വുഡൻ ടെക്സ്ചറിലുള്ള ടൈൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് വാളാണ്. ആൻഡ് ഒരു കിങ് കോട്ടാണ് ഈ ബെഡ്റൂമിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓൾസോ വാർഡ്രോബ്സ് ഇതെല്ലാമായിട്ട് സിങ്ക് ചെയ്ത് പോകുന്ന ഒരു ബേജ് ആഷ് മിക്സ് ആയിട്ടുള്ള ടോണിലെ വാർഡ്രോബ്സ് ആണ് ഉള്ളത്.